കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാധ്യമങ്ങളോട് നടത്തുന്ന ഒരു പ്രസ്താവന കാണാനിടയായി. അതിൽ ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞതായിട്ട് കാണുന്നു. നല്ല വലിയ കാര്യം. ഇനോമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിൽ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഒരു കാര്യം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നേരത്തെ അതായത് ഇതിൽ ബന്ധം എന്നുണ്ടല്ലോ, ബന്ധുവിൻ്റെ പേര്, അതായത് ഈ നമ്മൾ 2002 ഇലക്ഷൻ റോളിൽ ഇല്ലെങ്കിൽ, വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ, നമുക്ക് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധുവിൻ്റെ പേരാണ് ഈ പകുതി ഭാഗം കഴിഞ്ഞ് ആ വലത്തുവശത്തെ കോളത്തിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർക്ക് അതാ ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ബന്ധുവിൻ്റെ പേരെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബന്ധു എന്ന് പറഞ്ഞാൽ ആരാണ്? രക്തബന്ധുക്കളാണ്. രക്തബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അതായത് ഫുൾ ബ്രദേഴ്സ്, ഫുൾ സിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് പൂർണ്ണമായി ഈ രണ്ട് മാതാപിതാക്കളുടെയും കൂടെ ചേർന്നുള്ള അതിൽ ജനിച്ച സഹോദരങ്ങൾ അവരെല്ലാം നമ്മുടെ ബന്ധുക്കളാണ്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഇതെടുക്കുകയല്ല. അതായത് ഒന്നുകിൽ പിതാവായിരിക്കണം, അല്ലെ മാതാവായിരിക്കണം, അതും അല്ലെങ്കിൽ മാതാവിൻ്റെ മാതാപിതാക്കളായിരിക്കണം, അല്ലെ പിതാവിൻ്റെ മാതാപിതാക്കളായിരിക്കണം. ഇവരെ ഇത്രയും മാത്രമേ ബന്ധുവായിട്ട് ചേർക്കുള്ളൂ. എന്ത് നോൺസെൻസ് ആണെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മൾ വളരെ വലിയ വിവരക്കേടല്ലേ അത്? ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ അച്ഛനും അമ്മയും ഇല്ല, അപ്പൂപ്പനും അമ്മമ്മയും ഇല്ല, അയാളുടെ സഹോദരങ്ങൾ ഈ 2002 പട്ടികയിലുണ്ട്, അയാൾ വിദേശത്തായി പോയി, മൂത്ത സഹോദരനൊക്കെ ഉണ്ടത്, അയാളുടെ പേര് ചേർക്കാൻ ഒക്കത്തിൽ എന്ത് ചെയ്യും?